തൃശൂർ CPM-ലെ ശബ്ദരേഖ വിവാദത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് പാർട്ടിയുടെ നോട്ടീസ്. 3 ദിവസത്തിനകം വിശദീകരണം എഴുതി നൽകാനാണ് നിർദ്ദേശം. ശബ്ദരേഖയിലെ ആരോപണങ്ങൾ മുൻ മന്ത്രി AC മൊയ്തീൻ തള്ളി. നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറയുന്ന ശബ്ദരേഖ പാർട്ടിക്ക് വലിയ കുരുക്കായി മാറിയതോടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയിൽ നിന്നും വിശദീകരണം തേടാൻ CPM തീരുമാനിച്ചത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയുണ്ടാകും. എഴുതി തയ്യാറാക്കി നൽകുന്ന വിശദീകരണം പരിശോധിച്ച ശേഷമാകും എന്ത് നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങൾ AC മൊയ്തീൻ തള്ളി. 40 വർഷത്തിലേറെയായി പൊതുരംഗത്തുള്ള തനിക്ക് നിരവധി വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധമുണ്ടെന്ന് മൊയ്തീൻ വിശദീകരിച്ചു. ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിലുള്ള പരിധി വിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ടി ഫണ്ട് പിരിക്കുന്നത് കൂട്ടായി പാർട്ടി തീരുമാനത്തിൻ്റെ ഒറ്റയ്ക്ക് പോയി പിരിക്കാതെ നേതാക്കൾ ഒരുമിച്ച് പോയിട്ടാണ് ചെയ്യാറുള്ളത്. നേതാക്കളെ സംരക്ഷിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. AC മൊയ്തീനെയും MK കണ്ണനെയും കരിവാരി തേക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് TP രാമകൃഷ്ണൻ. ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരിതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല. കളങ്കിതമായ എല്ലാ ഇടപാടുകളിലും പ്രതികളാണ് CPM നേതാക്കളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പിന് ശേഷം തൃശൂരിലെ CPM-നെ ഉലയ്ക്കുന്നതായി മാറുകയാണ് ശബ്ദ സന്ദേശ വിവാദം. മീഡിയ 1 തൃശൂർ.